ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സംഗതി അല്ല. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന മേഖല ഏതാണ്? യുദ്ധം എന്നൊന്നും പറയാനില്ല, കൂട്ടക്കൊല നടക്കുന്ന ഒരു മേഖല ഏതാ ലോകത്ത്? ഗാസ, പലസ്തീനിൽ ഗാസയിൽ കൂട്ടക്കൊല നടക്കുകയാണ്. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് പലസ്തീനൊപ്പമാണ്. പക്ഷേ നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിനൊപ്പം നിൽക്കുന്നവരും എല്ലാം നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി എന്താണ്? നമ്മൾ ഇസ്രയേലിന്റെ ഒപ്പമാണ് എന്നുള്ള പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ കൂട്ടക്കുരുതിക്ക് നമ്മൾ കൂടി കൂട്ടു നിൽക്കുന്നു, അതിലൊരു ന്യായമുണ്ട് എന്ന മട്ടിലാണ് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ പോലും ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് യാസർ അറാഫത്തിന്റെ കാലത്ത് അവിടെ 10 പേർ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ വാർത്തയായി ഈ ലോകം അറിഞ്ഞിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇന്ത്യ പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എത്ര പേര് കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ വടകര താലൂക്കാണല്ലോ അല്ലെ, വടകര താലൂക്കിനേക്കാൾ ചെറിയൊരു പ്രദേശം, അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കിന് 372 സ്ക്വയർ കിലോമീറ്റർ എങ്ങാണ്ടാണ് വിസ്തൃതി. വെറും 360 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഗാസ എന്ന സ്ഥലത്ത്, അപ്പൊ അതായത് ഈ വടകര മണ്ഡലത്തിൽ അല്ലെങ്കിൽ വടകര താലൂക്കിൽ ഒറ്റയടിക്ക് ഒരു 1-2 വർഷം കൊണ്ട് നിരന്തരം ബോംബ് വർഷിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ എങ്ങനെ ഇരിക്കും? അവിടെയുള്ള ഈ വടകര താലൂക്കിലുള്ള 50,000 പേർ 2 വർഷം കൊണ്ട് കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവും? കൊല്ലപ്പെടുന്നു എന്നുള്ള സാഹചര്യം. ഒരാഴ്ച ഭക്ഷണം എത്തിക്കാൻ വൈകിയാൽ 18,000 കുട്ടികൾ വിശപ്പ് കൊണ്ട് മരിക്കും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്ന ഒരു വടകര താലൂക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് യുദ്ധം. അപ്പോഴാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. യുദ്ധം വേണം, യുദ്ധം വേണം. എവിടെ നോക്കിയാലും അതെ അല്ലേ? സോഷ്യൽ മീഡിയയിലടക്കം തകർക്കണം, പാകിസ്ഥാനിൽ കയറി അടിച്ച് തകർക്കണം എന്നുള്ള മുറവിളിയാണ്. യുദ്ധം അങ്ങനെ ഏകപക്ഷീയമല്ല ഒരിടത്തും. യുദ്ധത്തിൽ ഇരുപക്ഷത്തിനും നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിക്കും. കാരണം 2 ആണവ രാഷ്ട്രങ്ങളാണ്. ഗാസയിൽ കണ്ടതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കാര്യങ്ങൾ നടക്കും. ഒരു താലൂക്കിന്റെ വലിപ്പമുള്ള ഒരു പ്രദേശത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താണ്? അങ്ങേയറ്റത്തെ ജിങ്കോയിസം, ഭയങ്കര ഒരു നായക തുല്യമായ കാര്യം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ചെയ്യുന്നത്. ഒരു യുദ്ധം എന്നത് ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. ഒരാവശ്യവും ഇല്ലാതെ ചെയ്യേണ്ട ഒന്നല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ